ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ MCA ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന മാത്സിലെ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ സിലബസ് നോക്കാം. ആൻഡ് ഈ വീഡിയോയിൽ ഈ മോഡ്യൂളിലെ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള ടോപ്പിക്സ് ആണ് ഡിവിഷൻ അൽഗോരിതം, GCD, പ്രൈംസ്, യൂക്ലിഡിയൻ അൽഗോരിതം, കോൺകറൻസസ്, പ്രോപ്പർട്ടീസ് ഓഫ് കോൺകറൻസസ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺകറൻസസ്. Then the second part is first order linear recurrence relation, second order linear homogeneous recurrence relations with constant coefficients and non-homogeneous recurrence relations. ഇപ്പോൾ ആദ്യം ഡിവിഷൻ അൽഗോരിതം നോക്കാം. Given two integers a and b with b greater than 0, there exist unique integers q and r satisfying a equal to qb plus r, where 0 less than or equal to r less than b and q is the quotient and r is the remainder. ഇത് ജസ്റ്റ് ഒരു തിയറം മാത്രമാണ്. ഇത് ചോദിക്കുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ഇത്ര ഒരു പാർട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ഗ്രേറ്റർ ദാൻ 1. ഇഫ് അതിന് ഒരു നമ്പറിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയണമെങ്കിൽ അതിന് എക്സാക്ട്ലി 2 ഡിവൈസസ് മാത്രമേ കാണാൻ പാടുള്ളൂ. അതിൽ ഒരെണ്ണം 1ഉം വേറൊരെണ്ണം ആ സെയിം നമ്പറും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ 2നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആൻഡ് 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്. For prime number is a positive integer greater than 1 is called a prime number if it has exactly 2 divisors, namely 1 and the same number. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് 2, 3, 5, 7, 11 etc. Then next ഉള്ളത് composite numbers ആണ്. Composite numbers meaning positive integers greater than 1 which are not primes are called composite numbers. അപ്പോൾ പ്രൈം അല്ലാതെ വരുന്ന എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 1. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് 4, 6, 8, 9, 10 etc. ഇനി അടുത്തുള്ള ടോപ്പിക്കാണ് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. GCD എന്ന് പറയുന്നത് ഇപ്പോൾ 2 നമ്പേഴ്സിൻ്റെ GCD എടുക്കുകയാണെങ്കിൽ 2 പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാം, A and B. ഇതിൻ്റെ GCD നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GCD ബ്രാക്കറ്റിൻ്റെ അകത്ത് A, B എന്നായിരിക്കും. ഇതിൻ്റെ GCD എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ D ആയിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ദ GCD ഓഫ് A and B ഇഫ് D ഡിവൈഡ്സ് A ആൻഡ് D ഡിവൈഡ്സ് B. നമ്മൾ 2 നമ്പേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു കോമൺ നമ്പറാണ് കിട്ടുന്നത്, ഒരു ഇൻറ്റീജറാണ് കിട്ടുന്നത്. അത് ഈ ഇതിൻ്റെ GCD ആണ് എന്ന് പറയണമെങ്കിൽ ആ ഒരു നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു നമ്പർ എനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യണം ആൻഡ് ഓൾസോ ബീനെയും കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യണം. മീനിങ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 വരണം. അല്ലാത്ത കേസിൽ അതിനെ നമ്മൾ GCD എന്ന് പറയാൻ പറ്റത്തില്ല. ദെൻ അതാണ് GCD. 2 ഇൻറ്റീജേഴ്സ് ഉണ്ട്, അതിൻ്റെ GCD ആണെങ്കിൽ ഒരു കോമൺ നമ്പർ കാണും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മളെടുത്ത 2 നമ്പേഴ്സിനെയും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ദെൻ ഇഫ് എനി 1 C ഡിവൈഡ്സ് ബോത്ത് A ആൻഡ് B, ദെൻ C ഡിവൈഡ്സ് D. ഇപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് GCD ഓഫ് A, B കിട്ടി, അത് D ആണ്. ഇനി നമുക്ക് വേറൊരു ഇൻറ്റീജറുണ്ട് C എനെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും ആൻഡ് ഓൾസോ C ബീനെയും കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ഈ C ഈ Dനെയും ഡിവൈഡ് ചെയ്യും. അതാണ് സെക്കൻഡ് പോയിൻറ്റ്. അത്രേ ഉള്ളൂ GCDയിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സ്. ഇനി ഈ GCD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു അൽഗോരിതമാണ് യൂക്ലിഡിയൻ അൽഗോരിതം. ഈ അൽഗോരിതം ചോദിക്കത്തില്ല, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തരും. യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം ഫൈൻഡ് ദ GCD ഓഫ് ദീസ് നമ്പേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വരും. നമുക്ക് ഡയഫൻഡൈൻ ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് GCD ഒക്കെ കണ്ടുപിടിക്കാൻ ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് വാട്ട് ഈസ് യൂക്ലിഡിയൻ അൽഗോരിതം എന്ന് നോക്കി പോവാം. Consider 2 positive integers A and B with either A not equal to 0 or B not equal to 0. By choosing R not equal to A and R1 equal to B and applying division algorithm successively, we get R0 equal to Q1 R1 plus R2 and R1 equal to Q2 R2 plus R3 etc. ഈ അൽഗോരിതം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ GCD കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സാണ് 250 ആൻഡ് 111. ഈ നമ്പേഴ്സിൻ്റെ GCD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം ഏതാണോ ഗ്രേറ്റസ്റ്റ് നമ്പർ അത് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ നമുക്ക് 250 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ, അപ്പോൾ നമ്മൾ 250 സെലക്ട് ചെയ്യുന്നു. ഇനി
നമ്മൾ ഒരു നമ്പർ ഓൾറെഡി സെലക്ട് ചെയ്തു, ഈ 250. ദെൻ ബാക്കിയുള്ളത് ഈ 111 ആണ്. ഇനി ഈ 111നെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 250 കിട്ടുമോ നോക്കണം. 250 കിട്ടിയില്ലെങ്കിലും 250നേക്കാളും ലെസ്സർ ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുമോ നോക്കണം. ഇപ്പോൾ നമുക്ക് ഈ 111നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 222 കിട്ടും. 3 വെച്ച് ചെയ്താൽ 333 കിട്ടും. അപ്പോൾ ഈ 222 ആണ് അടുത്തുള്ളത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ലോവർ ദാൻ 250. അപ്പോൾ നമ്മൾ ആദ്യം ഈ 111നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 250 കിട്ടുന്നത് എന്ന് നോക്കണം. അപ്പോൾ 250 മൈനസ് 222, അപ്പോൾ 8 2 28. അപ്പോൾ ഇതിൻ്റെ കൂടെ 28 ആഡ് ആക്കുമ്പോൾ നമുക്ക് 250 കിട്ടും. അപ്പോൾ 250 ഈക്വൽ ടു 2 ഇൻറ്റു 111 പ്ലസ് 28 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ നമ്പറും ഈ രണ്ട് നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് വലിയ നമ്പർ, ഈ രണ്ട് നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഉള്ള നമ്പർ എടുത്ത് ഈ സൈഡ് ഇടണം, LHSൽ ഇടണം. അപ്പോൾ 111 ഈക്വൽ ടു, ഇനി വേറെ സെക്കൻഡ് നമ്പർ ഇല്ലേ, അതിനെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ 111 കിട്ടുന്നത് എന്ന് നോക്കണം. 111 കിട്ടൂല, അതിൻ്റെ അടുത്തുള്ള നമ്പർ കിട്ടും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് അതിൻ്റെ കൂടെ 27 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 111 കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഇക്വേഷനിലുള്ള ഈ നമ്പറിനെയും റിമൈൻഡറിനെയും കൺസിഡർ ചെയ്യണം. ആൻഡ് അതിൽ ഈ ഒരു നമ്പറാണ് വലുത്, അതിനെ LHSൽ ഇട്ടിട്ട് ആൻഡ് റിമൈൻഡർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ റിമൈൻഡർ വെച്ചിട്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ കൂടെ 27 ആഡ് ആക്കുമ്പോൾ ഈ 111 കിട്ടും. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 28നെയും ഈ 27നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. 28 ആണ് ലാർജസ്റ്റ്, അതിനെ LHSൽ ഇട്ടു. 28 ഈക്വൽ ടു ഈ 27ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇതിൻ്റെ അടുത്തുള്ള നമ്പർ കിട്ടുമെന്ന് നോക്കാം. ഇപ്പോൾ 27 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. അതിൻ്റെ കൂടെ 1 ആഡ് ആക്കുമ്പോൾ 28 കിട്ടും. ഇപ്പോൾ 28 ഈക്വൽ ടു 1 ഇൻറ്റു 27 പ്ലസ് 1. ഇനി ഈ 27ഉം ഈ 1ഉം ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 27 ഈക്വൽ ടു 27 ഇൻറ്റു 1 പ്ലസ് 0. ഈ ലാസ്റ്റ് ഈ റിമൈൻഡർ 0 വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പോകണം. എവിടെ വെച്ചാണോ 0 വരുന്നത് അവിടെ ഈ ഒരു പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് 0 റിമൈൻഡർ കിട്ടിയ സ്റ്റെപ്പിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പില്ലേ, അതിൻ്റെ റിമൈൻഡർ ഏതാണോ അതായിരിക്കും ഇതിൻ്റെ GCD. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ലാസ്റ്റ് നമുക്ക് റിമൈൻഡർ 0 വന്നു. 0 കൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ തൊട്ട് മേലത്തെ സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ, അതായത് ഈ പ്ലസ് അതിൻ്റെ അടുത്തുള്ള നമ്പർ ഏതാണോ അതായിരിക്കും നമ്മളുടെ GCD. ഇപ്പോൾ ഇതിൻ്റെ GCD എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയത്. അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 215നും 111നുള്ള GCD 1 ആയിരിക്കും. GCD 1 ആണെങ്കിൽ ദേ ആർ കോൾഡ് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ്. ഇതിൽ വേറൊരു എക്സാമ്പിളും കൂടി കാണിച്ചിട്ടുണ്ട്. GCD ഓഫ് 60 ആൻഡ് 33, ഈ രണ്ട് നമ്പേഴ്സിനാണ് നമ്മൾ GCD കണ്ടുപിടിക്കേണ്ടത്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ 60 ആണ് ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ 60 നമ്മൾ LHSൽ ഇട്ടു. 60 ഈക്വൽ ടു 33 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഏതാണെന്ന് നോക്കണം. either നമുക്ക് 60 കിട്ടണം അല്ലെങ്കിൽ 60നേക്കാളും കുറവായിട്ടുള്ള വാല്യൂ കിട്ടണം. 33 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 33 ആണ് ആൻസർ. 33 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 66 കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 60 ആണ്, സോ അത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് 33 ഇൻറ്റു 1 തന്നെ എടുക്കാം. അപ്പോൾ 1 ഇൻറ്റു 33 ചെയ്യുമ്പോൾ 33, അതിൻ്റെ കൂടെ 27 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 60 കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ 33നും 27ആണ്. ഇതിൽ 33 ആണ് ലാർജസ്റ്റ്. അപ്പോൾ 33 എടുത്ത് LHSൽ ഇട്ടു. 33 ഈക്വൽ ടു 1 ഇൻറ്റു 27 പ്ലസ് 6. 27ൻ്റെ കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ കൂടെ 6 ആഡ് ആക്കുമ്പോൾ 33 കിട്ടും. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 അല്ല, സോ അടുത്ത് ഈ 27 ആൻഡ് 6 കൺസിഡർ ചെയ്യണം. 27 ആണ് ലാർജസ്റ്റ്, സോ 27 LHSൽ ഇട്ടു. 27 ഈക്വൽ ടു 6ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പോൾ 4 ഇൻറ്റു 6 പ്ലസ് 3. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 6ഉം 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 6 ലാർജസ്റ്റ്, സോ LHSൽ ഇട്ടു. 6 ഈക്വൽ ടു 2 ഇൻറ്റു ഈ 3ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് 0. ഇവിടെ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുവാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പ് ഏതാണോ അവിടുത്തെ റിമൈൻഡർ ആയിരിക്കും നമ്മളുടെ GCD. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ GCD 3 ആണ്. GCD ഓഫ് 60, 33 ഇസ് 3. നെക്സ്റ്റ് ഉള്ള കോൺസെപ്റ്റാണ് ഡയഫൻഡൈൻ ഇക്വേഷൻ. ഇത് ഒരു നോർമൽ ഇക്വേഷൻ ആണ്. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെ പഠിക്കാം.
ഒരു ഇക്വേഷൻ ഡയഫൻറ്റൈൻ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി എന്നായിരിക്കും. ദ ഇക്വേഷൻ ഓഫ് ദി ഫോം എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഇസ് കോൾഡ് ഡയഫൻറ്റൈൻ ഇക്വേഷൻ. ആൻഡ് ഈ ഒരു ഡയഫൻറ്റൈൻ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, ഇതാണ് ആ ഇക്വേഷൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ആദ്യം ഈ എയുടെയും ബിയുടെയും ജി സി ഡി നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ എയുടെയും ബിയുടെയും ജി സി ഡി എടുക്കണം. ആ ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മളിതിൽ സോൾവിങ് എന്ന് മീൻ ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x0 y0 എന്ന് 2 വാല്യൂസ് കിട്ടും. ഇനി ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മതി അതിലുള്ള ബാക്കി സൊല്യൂഷൻസൊക്കെ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ x0 ആൻഡ് y0 ആണ് ഒരു സൊല്യൂഷനായിട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ ബാക്കിയുള്ള സൊല്യൂഷൻസൊക്കെ x0 പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി ആയിരിക്കും. ആൻഡ് y ഈസ് ഈക്വൽ ടു y0 മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി ആയിരിക്കും. ഇങ്ങനെയാണ് ബാക്കിയുള്ള സൊല്യൂഷൻസൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട ഡയഫൻറ്റൈൻ ഇക്വേഷനാണ് 60x പ്ലസ് 33y ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നമ്മൾ ആദ്യം ഈ 60നും ഈ 33ക്കുള്ള ജി സി ഡി കണ്ടുപിടിക്കണം. അപ്പോൾ 60 ഈസ് ഈക്വൽ ടു, ഞാൻ ഇതിൽ യൂക്ലീഡിയൻ അൽഗോരിതം അതാണ് ഫോളോ ചെയ്യുന്നത്. 1 ഇൻറ്റു 33 പ്ലസ് 27 ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത്. എക്സാമിന് നമുക്ക് കാൽക്കുലേറ്ററൊക്കെ അലൗഡാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാൽക്കുലേറ്ററൊക്കെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ കാൽക്കുലേഷനൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫുൾ ടൈമും കാൽക്കുലേഷനിൽ തന്നെ പോകും. പിന്നെ 33 ഈക്വൽ ടു 1 ഇൻറ്റു 27 പ്ലസ് 6, 27 ഈക്വൽ ടു 4 ഇൻറ്റു 6 പ്ലസ് 3 ആൻഡ് 6 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 0. നമുക്ക് 0 റിമൈൻഡർ കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ളത് ഈ ഒരു ഇക്വേഷനാണ്. ഇതിൻ്റെ റിമൈൻഡർ 3. അപ്പോൾ നമ്മളുടെ ജി സി ഡി 3 ആയിരിക്കും. 3 9നെ ഡിവൈഡ് ചെയ്യുമോ, നമുക്ക് 9 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യൻ 3 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. റിമൈൻഡർ 0 ആണെങ്കിൽ ഇറ്റ് മീൻസ് 3 ഡിവൈഡ്സ് 9 കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ട്, ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട്. ഇനി ഇതിന് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് മനസ്സിലായി, ബിക്കോസ് ഇതിൻ്റെ ജി സി ഡി 3 ആണ്. 3 ഡിവൈഡ്സ് 9. ഇനി എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ ഈ സ്റ്റെപ്സ് ഇല്ലേ, അതിനെ റിവേഴ്സ് ഓർഡറിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ജി സി ഡി കിട്ടിയത് ഈ ഒരു സ്റ്റെപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ മാത്രം ഈ സൈഡ് വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തോട്ട് എടുക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇതിലുള്ള ലാസ്റ്റ് റിമൈൻഡേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ആദ്യം ഇതിലാണ് നമുക്ക് ജി സി ഡി കിട്ടിയത് 3 ആണ്. 3 ഈക്വൽ ടു 27 മൈനസ് 4 ഇൻറ്റു 6 ഇങ്ങനെ കിട്ടി. 3 ഈസ് ഈക്വൽ ടു, ഇതിൽ 4 ഇൻറ്റു 6 ഉണ്ട്, അത് പ്ലസ്സിലാണുള്ളത്. അപ്പോൾ അപ്പുറത്തെ സൈഡ് എടുക്കുമ്പോൾ മൈനസ് ആവും. 27 മൈനസ് 4 ഇൻറ്റു 6. ഇനി ഇതിൻ്റെ മേളത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ 6 ആണ് റിമൈൻഡർ. അപ്പോൾ 6 റിമൈൻഡർ ആകുമ്പോൾ 6നുള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. 6 മാത്രം ഈ സൈഡ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഓപ്പോസിറ്റ് സൈഡ് എടുക്കണം. അപ്പോൾ 33 മൈനസ് 1 ഇൻറ്റു 27 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു 6ന് പകരം 33 മൈനസ് 1 ഇൻറ്റു 7 എന്ന് ഇടണം. 3 ഈസ് ഈക്വൽ ടു 27 മൈനസ് 4 ഇൻറ്റു 33 മൈനസ് 1 ഇൻറ്റു 27. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇപ്പോൾ 27 മൈനസ് 4 ഇൻറ്റു 33, ഈ മൈനസ് 4ഉം മൈനസ് 1ഉം നമ്മൾ ചെയ്യുമ്പോൾ പ്ലസ് 4 ആവും. പ്ലസ് 4 ഇൻറ്റു 27, ബിക്കോസ് ഈ മൈനസ് 4 ബ്രാക്കറ്റിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ അത് നമ്മൾ അകത്തെടുക്കുമ്പോൾ മൈനസ് 4 ഇൻറ്റു 33 വരും. പിന്നെ ഈ മൈനസും പ്ലസ് ആവും. അപ്പം 4 ഇൻറ്റു 27 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ 27 ആണ് റിമൈൻഡർ. അപ്പോൾ ഈ 27ന് പകരം ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എടുത്ത് എഴുതണം. ഇപ്പോൾ 27, ബാക്കിയുള്ള ടേംസൊക്കെ ഓപ്പോസിറ്റ് എടുക്കാം. അപ്പോൾ 27 ഈക്വൽ ടു 60 മൈനസ് 1 ഇൻറ്റു 33 എന്ന് കിട്ടും. ഇപ്പോൾ ഈ ഒരു ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ബിക്കോസ് ഇതിൽ 2 27 ആണ് ഉള്ളത്. നമുക്ക് 27 റിമൈൻഡർ ആണ്. അപ്പോൾ 27ൻ്റെ പ്ലേസിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 27 ഉള്ളതുകൊണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 27 ഉള്ള ടേംസൊക്കെ ഒരുമിച്ച് എഴുതാം.
27 ഇത് എഴുതി ഇവിടെ, ദെൻ പ്ലസ് 4 ഇൻറ്റു 27 ഈ ടേംസ് എടുത്ത് ഇവിടെ എഴുതി, ദെൻ ബാക്കിയുള്ള ടേംസ് -4 ഇൻറ്റു 33. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് രണ്ടിലും 27 കോമൺ ആണ്, അപ്പോൾ 27 പുറത്തെടുക്കാം. അപ്പോൾ 1 + 4 എന്ന് കിട്ടും, -4 ഇൻറ്റു 33 ഇങ്ങനെ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 5 -4 ഇൻറ്റു 33 ഇങ്ങനെ കിട്ടി, സിംപ്ലിഫൈഡ് ആയിപ്പോൾ. ഇനി ഈ 27ന് പകരം ഇതിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിൽ 27 മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം അപ്പുറത്ത് എടുക്കുമ്പോൾ 60 - 1 ഇൻറ്റു 33 ആണ് കിട്ടുന്നത്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഈ 27ന് പകരം 60 - 1 ഇൻറ്റു 33 ഇടണം. 60 - 1 ഇൻറ്റു 33 ഇൻറ്റു 5 -4 ഇൻറ്റു 33 ഇങ്ങനെ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 5 -5 ഇൻറ്റു 33 -4 ഇൻറ്റു 33 ഇങ്ങനെ കിട്ടും. ഇനി ഈ 33 ആൻഡ് 33 കോമൺ അല്ലേ, അപ്പോൾ അത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കാം. 60 ഇൻറ്റു 5 മൈനസ് ഇതിൽ 33 കോമൺ ആണ്, അപ്പോൾ 33 ഇൻറ്റു നമ്മൾ മൈനസ് പുറത്തെടുത്ത് അപ്പോൾ അകത്ത് പ്ലസ് മാത്രം വയ്ക്കാം, 5 + 4 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 5 -33 ഇൻറ്റു 9 ഇങ്ങനെയായിരിക്കും നമുക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടുന്നത്. 3 = 60 ഇൻറ്റു 5 -33 ഇൻറ്റു 9. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത് 60x + 33y = 9 എന്നാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 3 വെച്ചിട്ടുള്ള സൊല്യൂഷനാണ്. 3 = 60 ഇൻറ്റു 5 -33 ഇൻറ്റു 9. ഇത് 3ക്കുള്ളതാണ്. നമ്മളിതിനെ 9ലോട്ട് കൺവേർട്ട് ചെയ്യണം. 9ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 3യുടെ കൂടെ ഏതൊരു വേരിയബിൾ ഏതൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ 3 ഇൻറ്റു 3 ആണ് 9. അപ്പോൾ ബോത്ത് സൈഡ്സ് നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 9 = 60 ഇൻറ്റു 5 ഇൻറ്റു 3 -33 ഇൻറ്റു 9 ഇൻറ്റു 3 ഇങ്ങനെ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 9 = 60 ഇൻറ്റു 15 -9 ഇൻറ്റു 3 27 ആണ്. അപ്പോൾ 33 ഇൻറ്റു 27. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. വിച്ച് ഇംപ്ലൈസ് x = 15 ആൻഡ് y = -27. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇനി ഇതിനുള്ള ബാക്കി സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ x0 y0 കണ്ടുപിടിച്ചു. അപ്പോൾ 15 + b/d. ഇതിൽ b എന്ന് പറയുന്നത് സെക്കൻഡുള്ള ഈ 33 ആണ്. b = 33, a = 60, d = നമ്മളുടെ GCD 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ x = x0 + b/d ഇൻറ്റു t, y = y0 - a/d ഇൻറ്റു d. അപ്പോൾ x0 = നമ്മൾ 15 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ x = 15 + b 33 ആണ്, 33/3 ഇൻറ്റു t. ഇത് ക്യാൻസലായി പോകും. അപ്പോൾ 15 + 11 ഇൻറ്റു t ഇതായിരിക്കും ബാക്കിയുള്ള x വാല്യൂസ്. ആൻഡ് y = y0 -27 ആണ്, -27 - a വാല്യൂ 60/3 ഇൻറ്റു t. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതും ക്യാൻസൽ ചെയ്യാം, -27 - 20t ഇതായിരിക്കും y വാല്യൂസ്. അപ്പോൾ ഇങ്ങനെയാണ് ഡയഫൻഡൈൻ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ GCD കണ്ടുപിടിക്കണം, a ആൻഡ് b ക്കുള്ള GCD കണ്ടുപിടിക്കണം. ആൻഡ് ആ GCD cനെ ഡിവൈഡ് ചെയ്താൽ ഇതിന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് മീനിങ്. അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ GCD കണ്ടുപിടിച്ച് ഈ യൂക്ലിഡിയൻ അൽഗോരിതം റിവേഴ്സിലിട്ട് കൊടുക്കണം. റിവേഴ്സിലിട്ട് കൊടുത്ത് ഫൈനൽ ഇക്വേഷൻ ഒരു ഫോർമാറ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് x വാല്യൂ y വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ള x ആൻഡ് y വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x = x0 + b/d ഇൻറ്റു t ആൻഡ് y = y0 - a/d ഇൻറ്റു t ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കോൺക്ലുവൻസ് ഷെയർ ചെയ്യാം. താങ്ക് യു.